നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കിരൺ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ആദ്യം വെള്ളം കുടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതെ, നിക്ക്. അതെ, മെസ്സിൽ കയറണ്ട, ഞാൻ പറയുന്ന കേക്ക്. കേറിയാൽ എന്താ കുഴപ്പം? മന്ദാകിനി ചേട്ടത്തി അടച്ചിട്ട് പോയ മെസ്സ് നമ്മൾ തുറക്കുന്ന ശരിയല്ല. റീനമ്മ പറഞ്ഞ പ്രശ്നവും. ഇവിടെ നിനക്ക് കയറാമെങ്കിൽ ഞങ്ങൾക്കും കയറാം. നീ ഇതിനകത്ത് വെള്ളം കുടിക്കാനല്ല കേറിയതെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെന്തിനാ നീ കേറിയത്? ഇതിനകത്ത് ആ കള്ളം കയറി ഒളിച്ചിരിക്കുന്നുണ്ടോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, എന്നിട്ട് നീ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഇവിടെ ആരുമില്ല. അകത്താരാ ചുമച്ചത്? ഏയ്, ചുമച്ചോ? ഞാൻ കേട്ടില്ല. എന്നല്ലേ ഞങ്ങൾ കേട്ടു. ആരോ അകത്തുണ്ട്. അത് അവൻ തന്നെയാ. മാറി നിൽക്കണേ ഇങ്ങോട്ട്. ഇല്ല, കിരൺ, ഞാൻ പറയുന്ന കേക്കോടാ. എന്താ ഇവിടെ കറണ്ടില്ലേ? ഈശ്വരാ, ആരും എങ്ങോട്ട് പോയി? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ സെയിം പോസ്റ്റ്. അടിക്കാതെ പിന്നെ അവൻ ഉമ്മ വെക്കണം. ആർക്ക് പിടി അങ്ങോട്ട്. പാത്രങ്ങളൊക്കെ വീണ ശബ്ദമാണല്ലോ കേട്ടത്. മെസ്സിൽ നിന്നാണോ? മെസ് അടച്ച ശേഷം കള്ളിപ്പിള്ളേരെ വല്ലതും കട്ട് തിന്നാൻ ഒളിച്ചു കയറിയോ? ഇതെനിക്കിട്ടെന്തോ പണി തരാനാണല്ലോ. എല്ലാത്തിനും ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട്. മോന്താകിനോടാ അവളുമാരുടെ കളി. മാഡം, റീന മാഡം, തുറക്കും മാഡം. മാഡം, യെസ്. എന്താ അമ്പിളി? മന്ദാകിനി വിളിച്ചു. മെസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. പാതിരാത്രി ആയാലും ഇവിടെ പ്രശ്നങ്ങളാണല്ലോ. ഇന്നെന്താ പുതിയ പ്രശ്നം? അറിയില്ല മാഡം. ശരി, വാ അങ്ങോട്ട് പോ. ഇവിടെ എന്താ നടന്നത്? യുദ്ധം നടന്ന പോലെ ഉണ്ടല്ലോ. എനിക്കൊന്നും അറിയില്ല മാഡം. എന്തൊക്കെയോ വീഴുന്ന ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. ഇവിടെ വന്നപ്പോ ഇതാ കഥ. ആരെയും കാണാനുമില്ല. പുറത്തേക്കുള്ള വാതിൽ തുറന്നാ കിടന്നത്. അന്നത്തെ പോലെ ഇനി ആരെങ്കിലും മതില് ചാടി വന്നിട്ട് പോയതാണോ?
അങ്ങനെയാണെങ്കിൽ അവൻ ആരെ കാണാൻ ഇവിടെ വരണം? എന്തിനു വരണം? ആർക്കറിയാം? ആര് ചെയ്താലും വലിയ അക്രമായി പോയി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അമ്പിളി, പുറത്തു പോയി നോക്ക്. ശരി മാഡം. മാഡം 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 പുറത്താരെയും കണ്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ മാഡം. ഈ മെസ്സിനോട് ആർക്കാ ഇത്ര ദേഷ്യം? റീഡിംഗ് റൂമിൽ നടന്നതിന്റെ ബാക്കിയാണിത്. ആ സംഭവം നമ്മൾ ആരും വിശ്വസിക്കാത്തതുകൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ശ്രമം. തെളിവോടുകൂടി ഒന്നിനെയും കയ്യിൽ കിട്ടുന്നില്ലല്ലോ. അമ്പിളി, ആ മെസ്സിന്റെ വാതിലടച്ചേക്ക്. ശരി മാഡം. മാഡം, നേരത്തെ പുറത്താരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. ആരെന്നറിയാനായി അന്വേഷിച്ച് നടന്നപ്പോ പുറത്തൊരിടത്ത് 5 സുന്ദരികളെ കണ്ടു. എവിടെയാ അവരെ കണ്ടത്? അവരുടെ റൂമിന്റെ മുന്നിലെ വരാന്തയിൽ. പക്ഷേ അവര് പുറത്തു പോയതായി പറഞ്ഞില്ല. മാഡം, എനിക്കൊരു സംശയം. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ ഇവിടുത്തെ പിള്ളേര് തന്നെയാണോ അതോ വേറെന്തെങ്കിലും? മന്ദാകിനി, ഇവിടെ കെട്ടുകഥയുണ്ടാക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിലായോ നീ? ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മാഡം. ഇതിലൊക്കെ ചില പൊരുത്തക്കേടുകളുണ്ടല്ലോ. നമുക്ക് അടിമറ്റത്ത് കത്തനാരെ കൊണ്ടുവന്ന് ഒരു വെഞ്ചിരിപ്പ് നടത്തിയാലോ? ഏതെങ്കിലും ദുഷ്ടശക്തികൾ ഇതിനകത്തുണ്ടെങ്കിലേ അടിമറ്റത്തച്ഛൻ കുരിശി തറയ്ക്കും. അക്കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്പിളി, മെസ് അടച്ചേക്ക്. ശരി മാഡം. എന്റെ ഈശോയെ, വിശ്വസിക്കാൻ പ്രയാസമുള്ള പലതും ആണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ മനുഷ്യൻ കാണാത്ത എന്തെങ്കിലും ശക്തിയുണ്ടോ? ആർക്കറിയാം?